ഞാനിന്ന് എൻ്റെ മോളുമായിട്ട് ഒരു നാടൻ കോഴി ഒരു റെസിപ്പി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ഇങ്ങനെ ഒരു കോഴി കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം. കോഴിയെ കൈക്കടിച്ച് കൊല്ലാൻ പോവുക. നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുക. അതിനകത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മല്ലിയില വേണം, പുതിനയില വേണം, ചെറിയ ഇതായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ 5-6 വറ്റൽമുളക്, നമ്മുടെ ഉലുവ, പിന്നെ മുളക് പൊടി, നല്ല മെല്ലിതിന് പൊടിച്ചുകൊണ്ടുവന്ന നല്ല മുളക് പൊടിയാണ്, അത് മല്ലിപ്പൊടിയുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു 10-15 പച്ചമുളക്, ഒരു 4-5 ടൊമാറ്റോ, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1.5 സവാള. ഇതൊക്കെയാണ് നമ്മളെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. നമ്മളിനി ചെയ്യുന്ന വിധം, നമ്മളെ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചായിരുന്നു, നമ്മളെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 10 സ്പൂണ് എണ്ണ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ 10 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നല്ല ചൂടുള്ള ചട്ടിയിലാണ് നമ്മളത് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ശകലം കടുക് ഇടുകയാണ്. ശകലം ഒരു 1/4 ടീസ്പൂണ് കടുക് നമ്മൾ അതിലേക്ക് ഇടുകയാണ്. അടുത്ത് ശകലം ജീരകം ഇവിടെയാണ്, ശകലം നല്ല ജീരകം ഇടുകയാണ്. ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് ശകലം പെരിഞ്ജീരകമാണ്. ശകലം 1 സ്പൂൺ പെരിഞ്ജീരകം ഇടുകയാണ്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇടുകയാണ്. 1.5 സവാള, ഒരു 10-20 ചെറിയ ഉള്ളി, ടൊമാറ്റോ, ഈ പച്ചമുളക് 10-20 പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ അങ്ങനെ ഒന്നിച്ചിടുകയാണ്. ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിന് ശകലം കൂടെ നല്ല രീതിയിലൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ചേർക്കുകയാണ്. പുതിന, അതുപോലെ നല്ല മണത്തിനാണ് നമ്മൾ മണത്തിനും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് പുതിനയില, പിന്നെ മല്ലിയില. നമ്മളിതെല്ലാം എന്നിട്ട് ഒരുമിച്ചതിനൊന്ന് ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇത് നമ്മളെ ഗരം മസാല നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പട്ട, ഗ്രാമ്പൂ, ഏലകം, നമ്മളെ ജീരകമൊക്കെ ഇട്ട് നല്ല പൊടിച്ച ഗരം മസാല നമ്മളൊരു 1.5 സ്പൂണ് ഇതിൻ്റെ കൂട്ടത്തിടെയാണ്. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നല്ല രീതിയിലൊന്ന് വഴട്ടുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ നല്ല ചെറിയൊരു ഇടിക്കല്ല് വെച്ച് നല്ലോണം ഇടിച്ച് ചതച്ച് വയ്ക്കുകയാണ്. അത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. വേറെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ചതച്ച് അങ്ങനെ മാറ്റി വെച്ചിരിക്കുക. നമുക്കത് പിന്നീട് കോഴിക്കിടാനാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് വഴണ്ട് വന്ന ശേഷം നമ്മൾ ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി ഉപയോഗിക്കുകയാണ്. ഇതിനകത്ത് നല്ല പൊടിച്ച മെല്ലിൽ നല്ല പൊടിച്ച നല്ല മല്ലിപ്പൊടിയാണിത്. അപ്പോൾ നമ്മളതാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഇങ്ങനെ ഇട്ട് നല്ല രീതിയിലിട്ട് ഇളക്കുക. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഒരു 5 ടീസ്പൂൺ. ഇത് നമ്മൾ മെല്ലിൽ നിന്ന് പൊടിച്ചത് തന്നെയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമ്മളിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കാൻ പോവുകയാണ്. ഈ മസാല ഒക്കെ നല്ല രീതിയിൽ യോജിച്ച്
നല്ല പെരണ്ട് നല്ല കഴുത്ത് നല്ല കറുത്ത നല്ല രീതിയിൽ വരുന്ന വരെ നമ്മളിതിനെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ നല്ല രീതിയിലൊന്ന് മാറണം. ആ രീതി വരെ നല്ല രീതിയിലൊന്ന് വഴറ്റണം. ഇത് നല്ലൊരു ചിക്കൻ മസാലയുടെ നല്ലൊരു മണം വരും. ആ വന്ന സമയത്താണ് നമുക്ക് ഇനി അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. ഇതുപോലെ നല്ലോണം വഴറ്റി നല്ല മസാല നല്ല മണം വരുന്നത്, നല്ല തക്കാളിയെല്ലാം നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് ഈ എണ്ണ ഇതുപോലെ കണ്ടില്ലേ നല്ല രീതിയിലൊന്ന് വരുന്ന രീതി വരെ നല്ല രീതിയിലൊന്ന് ഉടച്ച് ഇങ്ങനെ വഴറ്റിക്കൊണ്ട് ഇങ്ങനെ റെഡിയാക്കുക. ഇതിനെ നമുക്കിതിനെ മിക്സിയിലടിച്ചെടുക്കാം. നമ്മളിതിനെ ഇനി മിക്സിയിലോട്ട് ആക്കുകയാണ്. മിക്സി ജാറിലേക്ക് മാറ്റി ശകലം ഒന്ന് അരയാൻ കിടക്കുന്നുള്ള രീതിക്ക് ശകലം വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ശകലം വെള്ളമൊന്നും ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ശകലം വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല രീതിയിലൊന്ന് നല്ല ഒരുപാട് പേസ്റ്റ് ആവണ്ട, കുറച്ച് പേസ്റ്റായ ഒരു രീതിയിൽ നമ്മൾ ചെറിയ തരിതരിപ്പോടുകൂടി നമ്മൾ അരച്ച് വയ്ക്കുക. അപ്പം നമ്മുടെ കോഴിയെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നല്ല കൂടെയെല്ലാം പറിച്ച് എല്ലാം വക്കിയൊക്കെ റെഡിയാക്കി നമ്മൾ ഏകദേശം ഒന്നേ കാലുണ്ടാവും. ഇത് 2 കിലോയുടെ കോഴിയായിരുന്നു. എല്ലാം വെട്ടി കഴിഞ്ഞ് റെഡിയാക്കി എടുത്തപ്പോൾ ഇത്രയുണ്ട്. നമുക്കിതിനെ ഇനി കറി വയ്ക്കാനുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത് നമ്മളൊരു ചെറിയ പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ആ പാത്രം ചൂടായതിന് ശേഷം നമുക്കടുത്ത് ചെയ്യാം. അടുത്തതായി നമ്മൾ ഈ ചൂടായ ചട്ടിയിലേക്ക് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിക്കുകയാണ്. ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് നമ്മളിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇതിലേക്ക് ഇടുവാണ്. ഇനി ഒരു 2 അരിക്ക് കരിവേപ്പില ഇട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഒരു 5 പച്ചമുളക് ഞെട്ട് കളഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നല്ല രീതിയിൽ ഉടച്ച് നല്ല രീതിയിൽ പൊട്ടിച്ചെന്നിട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ, നല്ല നാടൻ കോഴി നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് പെരട്ടുന്ന രീതി പോലെ നല്ല വേഴവിയും പോലെ നല്ല വഴറ്റി അങ്ങനെ എടുക്കുക. ഇനി നമുക്കൊരു ശകലം ഉപ്പ് ഇടാം. നമുക്ക് ആവശ്യത്തിന് ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിനകത്തൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മുടെ ചിക്കനിലാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുകയാണ്. ഒരു 1.5 സ്പൂൺ ആവശ്യത്തിന് ചേർത്താൽ, നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം ആ ഒരു ആവശ്യത്തിന് രീതിയിൽ നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഈ ചിക്കൻ ഒന്ന് നല്ല രീതിയിൽ ചൂടായി ഒന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ചേർക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ശകലം വിനീഗർ, ശകലം വിനീഗർ നമ്മൾ ചേർക്കുകയാണ്. എളുപ്പം വേകാനായിട്ടാണ് കേട്ടോ, നാടൻ കോഴിയല്ലേ, അതുകൊണ്ടാണ്. നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് ചിക്കൻ്റെ സൂപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉള്ളിയും ഒക്കെ കൂടെ ഇട്ട് ഒരുമിച്ച് അരച്ച് വെച്ചൊരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് നമ്മളിതിലേക്ക് ഇടുകയാണ്. നമ്മളിതിനെ നല്ല രീതിയിൽ മസാലയും ചിക്കനുമായിട്ട് നല്ല രീതിയിലൊന്ന് യോജിച്ചെടുക്കണം. യോജിപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അരമണിക്കൂറൊന്ന് വേവിച്ചെടുക്കണം. ഈ ശകലം ചൂടുവെള്ളമേ ചേർക്കാവൂ, ചൂടുവെള്ളം ചേർക്കുക. ശകലം ചെറിയ ചൂടുവെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി. നേരത്തെ നമ്മൾ അരച്ചില്ലായിരുന്ന മിക്സി, അപ്പോൾ ആ ജാറിൽ ശകലം ഒന്ന് ചൂടുവെള്ളം ഒന്ന് വീഴ്ത്തി ആ വെള്ളത്തിനൊന്ന് ശകലം ഒന്ന് വീഴ്ത്തി കൊടുക്കുകയാണ്.
അത് വെച്ച് നല്ല രീതിയിൽ ഒന്ന് എല്ലാ നിലയിലൊന്നുകൂടെ യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഇനി അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ചെറിയ തിള വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ ഒന്ന് പിടിച്ചും അടിയിൽ പിടിക്കുമൊന്ന്. നമുക്ക് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് 2 കരിയേപ്പില ഇതിന് പുറത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ഇത് നല്ല ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നാടൻ ചിക്കൻ നമുക്ക് ഇങ്ങനെയും വയ്ക്കാം. അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ നല്ല എങ്ങനെയാണെന്ന് അറിയിക്കുക. ഇത് കപ്പയ്ക്ക് ചോറിനൊക്കെ അടിപൊളിയാണ്, നല്ല അടിപൊളി കറിയാണിത്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.